ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ 93-ാമത്തെ ദശകം 24 ഗുരുക്കന്മാർ എന്നുള്ള ആ ദശകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധവ ഉപദേശം, ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്നത്, ദത്താത്രേയ മഹർഷി യദു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോ യദു ചക്രവർത്തി ആവശ്യപ്പെട്ടതനുസരിച്ച്, അല്ലെങ്കിൽ ആ അവധൂതനെ കണ്ടിട്ട് എങ്ങനെയാണ് ഇത്ര ആനന്ദപൂർണനായിട്ട് സന്തോഷവാനായിട്ട് നടക്കുന്നത്, അരോഗദൃഢഗാത്രനായിട്ട് എങ്ങനെയാണ് അങ്ങനെ സഞ്ചരിക്കുന്നത്, എന്താണ് അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ഉദ്ധവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കാണ്. ഉദ്ധവർക്ക് യാദവ വംശത്തെ വിട്ടിട്ട് പോവാൻ, ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവേണ്ട സമയമായി എന്നറിഞ്ഞപ്പോ ഉദ്ധവന് സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഭഗവാനെ ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാണ്, ബദരീനാഥത്തിൽ പോയിട്ട് അവിടെ തപസ് ചെയ്തോളൂ. അപ്പൊ എങ്ങനെയാണ് ഈ സ്നേഹപാശത്തിൽ നിന്ന് ഞാൻ മോചിതനാവേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ആ കാര്യം, അപ്പോ അതിനുള്ള ഉത്തരങ്ങള് ഉദാഹരണ സഹിതം ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പോ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇവിടെ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കാണ് ഉദ്ധവഗീത. നമുക്ക് ഭക്തന്മാരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് ആ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 93, 24 ഗുരുക്കന്മാർ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യമായാ വിലാസം നാനാത്വാദ് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യ ബുദ്ധേ ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദാത്തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനഃ സ്യാത് സുഹൃദവിചരിപുര്യസ്ത്വയന്യസ്തചേതാ താപോചിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തദോന്യ ത്വത്കാരുണ്യേ പ്രവൃത്തേ കൈവ നഹി ഗുരുർലോകവൃത്തേ വിഭൂമൻ സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തദ തച്ഛമാം ശിക്ഷയേയം ഗൃഹ്ണീയാമീശ തത്തദ് വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവദ്വന്യവന്മാസ്മ ഗൃഹ്ണാം സർവാന്നീനോപി ദോഷം തരുഷുതമിവ മാം സർവഭൂതേഷ്വേയാം പുഷ്ടിർനഷ്ടികലാനാം ശശിന ഇവ തനോർനാത്മനോ നിസ്ഥിതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡവദവിജ തനുഷ്വേകദാം ത്വത്പ്രസാദാത് സ്നേഹാദ്വ്യാധത്ത പുത്ര പ്രണയമൃതകബോധായിതോ മാസ്മ ഭൂവം പ്രാപ്തം പ്രാപ്സ്നൻ സഹേയ ക്ഷുധമതിശയുവത് സിന്ധുവത് ശ്യാമഗാധ മാപപ്തം യോഷിദാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ് ധനചയനവശാത്മാഹമീശ പ്രണേശം മാ ബധ്യാസം തരുണ്യാഗജൈവ വശയാ ആർജയേയം ധനൗഖം ഹർത്യാന്യസ്തം ഹി മാധ്വീഹരൈവ മൃഗവത് മാമുഖം ഗ്രാമ്യഗീതൈ യാത്യാ സഞ്ജേയ ഭോജ്യേ ജഷൈവ ബളിഷേ
പിങ്കളാവന്നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് പുരരൈവ വിഭോ സാമിഷോ നൈർനഹന്യൈ വർത്തേയത്യക്തമാന സുഖമതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷ തുച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃദിവ ക്ഷാമൃതായാനഘോഷം ഗേഹേഷു അന്യപ്രണീതേഷ്വഹിരിവ നിവസാനി കുന്ദുരോർമന്ദിരേഷു ത്വയേവ ത്വത്കൃതം ത്വം ക്ഷവയസി ജഗത് ഇത്യൂർണനാഭാത് പ്രദീയാം ത്വച്ചിന്താ ത്വത്സ്വരൂപം കുരുത ഇതി രൂഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ് ആത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ധത്തെ സഞ്ചിന്യമാനോ മമ തു ബഹുരുചാ പീഡിതോയം വിശേഷാത് ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതുർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാ ത്വത്പദം വിസ്മരന്തി സോയം വന്നേഷു നോ വാ പരമിഹ വരദ സാമ്പ്രതം ചാക്ഷികർണത്വജിഹ്വാദ്യ വികർഷന്ത്യവശമദയിത കോപിന ത്വത്പദാബ്ജേ ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ കൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ നൂനം നാനാഭവാന്തേ സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാക്ഷിവ വിഷയരസേ പാഹി മാം മാരുതേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ ഭക്തിയുടെ അഗ്രേസരനായിട്ടുള്ള ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് ഭഗവാൻ ഉപദേശിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് തത്വജ്ഞാനം സ്വീകരിക്കുകയാണ് ഉദ്ധവര്. അപ്പൊ നമ്മളെ ഇതിനു മുൻപുള്ള രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് അതൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവര് നാരദ മഹർഷിയിൽ നിന്നും ഉദ്ധവര് ഭഗവാനിൽ നിന്നും തത്വജ്ഞാനം സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോ ശരിയായിട്ടുള്ള അറിവ്, ആ മോക്ഷമാർഗത്തെ കുറിച്ച് ഉള്ള തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖം ദുഃഖം അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും സമമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒരു മായയാണ് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ആ അറിവിലേക്ക് ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാറ്റിലും വസിക്കുന്ന, എല്ലാറ്റിലുമുള്ള പരമാത്മാവായിട്ടുള്ള ഈ ഭഗവാൻ അത് എന്നിൽ മാത്രം നിന്നിൽ മാത്രം അങ്ങനെയല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്നുള്ള ആ വലിയ ആ തത്വം അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, അതുപോലെ നേത്രം കൊണ്ട്, നമ്മുടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതാണ് സത്യം അല്ലെങ്കിൽ ഇതാണ് സുഖം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോവാണ്. അതിൽ നിന്നൊക്കെ ആ വിഷയ സുഖങ്ങളിൽ നിന്നൊക്കെ വൈരാഗ്യം ഉണ്ടായിത്തീരാണ് എന്നുള്ളതാണ്. അപ്പോ നിത്യമേതാണ് അനിത്യമേതാണ് എന്ന് മനസ്സിലാവാണ്. എന്നും നിത്യമായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ആ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ അറിവ്, ആ ഉൾക്കണ്ണ് തുറക്കുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ പിന്നെ അപ്പോഴാണ് പിന്നെ ഈ ജഗത്ത് ഒരു മായാവിലാസമാണ് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവാണ്. അവിടെ പിന്നെ ഇത് ശരി ഇത് തെറ്റ് അങ്ങനെയുള്ള യാതൊരു ഭേദഭാവങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ജ്ഞാനി, ശരിയായിട്ടുള്ള ജ്ഞാനം ആർജിച്ച ഒരാള് ഇതിന് ഇങ്ങനെയുള്ള ഈ ഭേദഭാവങ്ങളിൽ നിന്നെല്ലാം അതീതനായിട്ട് വർത്തിക്കുകയാണ് എല്ലാ വിധത്തിലും. അപ്പൊ ഇവിടെ ഈ ദത്താത്രേയ മഹർഷി യദു മഹാരാജാവിന്റെ കൊട്ടാരത്തില് വന്നപ്പോ യദു മഹാരാജാവ് വളരെ ഭവ്യതയോടെ
അദ്ദേഹത്തോട് ചോദിച്ചറിയാണ് കാര്യങ്ങള്. അപ്പൊ പറയാണ്, ഞാൻ പല ഗുരുക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവര് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെന്നാണ്. അപ്പോ മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യനെ മറ്റ് മൃഗങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, മറ്റ് ജീവികൾക്ക് ഭക്ഷണം, അവരുടെ പൈദാഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിശപ്പ്, ദാഹം, അതിനെ പിന്നെ ശരീരത്തിന്റെ ആവശ്യങ്ങള് അതിനെ മാത്രം തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ജീവികള്. അതിൽ നിന്ന് മനുഷ്യജന്മം എന്തുകൊണ്ടാ വളരെ ഒരു ശ്രേഷ്ഠമായിട്ട് പറയുന്നത്? മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ മനനം ചെയ്യാൻ കഴിവുള്ള ആള്, മനസ്സുള്ള ആള്, ജീവി എന്നർത്ഥമുണ്ട്. അപ്പോ അതുള്ളത് കൊണ്ടാണ് ഇവിടെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ഈ ഗുരുക്കന്മാരും അതുപോലെ തന്നെ വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ ഉപാസന അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പൊ ഇവിടെ എല്ലാറ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. ഇവിടെ 25 ഗുരുക്കന്മാരെ പറ്റിയാണ് ഈ അവധൂതൻ പറഞ്ഞത്. പക്ഷെ 25ൽ നിന്ന് പിന്നെയും സൂക്ഷ്മമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാറ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ചിലതിനെ കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനും ആ വിവേചിച്ചറിയാനുള്ള അറിവ്, അതാണ് തിരിച്ചറിവ് എന്നുള്ളത്. അപ്പൊ ഇവിടെ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ട് നമുക്കത് വളരെ എന്താ പറയാ, പ്രകൃതിയിൽ കാണുന്ന ജീവജാലങ്ങള്, ജീവനുള്ളതും ജീവനില്ലാത്തതും അങ്ങനെ ആയിട്ടുള്ള പല വിധത്തിലുള്ള സംഗതികളെ പറഞ്ഞ് നമുക്കത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി തരാണ്. അപ്പൊ ഇവിടെ അപ്പൊ എങ്ങനെ സഞ്ചരിക്കുന്നു, ഇങ്ങനെ നിർവികാരനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആനന്ദപൂർണനായിട്ട് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ പൃഥ്വി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കബോധപക്ഷി, അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്, പിന്നെ സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്നയാള്, മാൻ, മത്സ്യം, പിങ്കള എന്ന വേശ്യസ്ത്രീ, ഉരരപ്പക്ഷി, ഒരു ശിശു, കന്യക, പിന്നെ ഒരു ശരമുണ്ടാക്കുന്നയാള്, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ, ഇങ്ങനെ 24 ഗുരുക്കന്മാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മേൽപ്പത്തൂര് ഓരോ ഇതിലും പ്രാർത്ഥിക്കുകയാണ്, എന്നെ അതിന് പ്രാപ്തനാക്കണേ, എന്നെ ഇതുപോലെ ഇങ്ങനെ ഈ ആശാപാശങ്ങളിൽ നിന്ന്, ഈ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് എന്നെ വിമുക്തനാക്കണേ എന്നും കൂടി മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഏത് വിധത്തില് ഭഗവത് ഭക്തി നമ്മളിൽ ഉദിക്കണമെങ്കിലും ഭഗവാന്റെ കാരുണ്യം വേണം എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപുള്ള പല ദശകങ്ങളിലും അത് ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോ ആ 24 ഗുരുക്കന്മാര് ആരൊക്കെയാണ് എന്നും അവരിൽ നിന്ന് പഠിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിച്ച് പറയാണ് ഓരോ ശ്ലോകങ്ങളിലായിട്ട്. ആദ്യത്തെ ഗുരുവായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭൂമി ആണ്. പഞ്ചഭൂതങ്ങളിലെ ഭൂമി, വായു, ആകാശം, ആ 3 കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ ഗുരുക്കന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭൂമിയുടെ പല ഭാഗങ്ങള്, സമുദ്രം, നദി, പർവ്വതം, അങ്ങനെയുള്ള ഓരോ വനങ്ങള്, അതിനെയൊക്കെ എന്താ പറയാ, പുരോഗമനവാദി എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ തന്നെ അതിനെയൊക്കെ പല വിധത്തിലും നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രകൃതിയെ, ഭൂമിയെ, അതിനെ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഭൂമി അതിന്റെ നിശ്ചലത കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ക്ഷമിക്കുകയാണ് ഭൂമി ചെയ്യുന്നത്, ക്ഷമ. അപ്പൊ ഭൂമിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്ഷമയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ തന്നെ നമ്മുടെ സമചിത്തത കൈവിടരുത്, കഴിയുന്നിടത്ത് ഭൂമിയോളം ക്ഷമിക്കുക എന്നുള്ള ഒരു പദപ്രയോഗം ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ ഭൂമിയെ പോലെ, ഭൂമിയിൽ നിന്നാണ് നമ്മൾ ക്ഷമ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഭൂമിയെ പോലെ ക്ഷമാശീലം ഉള്ളവരാവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ്.
പിന്നെ പറഞ്ഞിട്ടുള്ളത് വായുവിനെ പറ്റിയാണ്. വായു ഒരു ഗുരുവാകുന്നത് എങ്ങനെയാണ്? ഒന്നിനോടും സംഘമില്ലാതിരിക്കുക. ചീത്ത ചീത്ത സാധനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ ചീത്ത അവിടെ കിട്ടും. പക്ഷെ അത് സ്ഥായി ആയിട്ടുള്ള ഭാവമല്ല വായുവിന്റെ. അപ്പോ ഒന്നിനോടും സംഘമില്ലാതിരിക്കുക. അതാണ് വായുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ആകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ആകാശത്തിന്റെ വ്യാപ്തി എല്ലാറ്റിലും, ഉള്ളിലും പുറത്തും എല്ലായിടത്തും ഉള്ളതാണ് ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതും ഒന്നിനോടും ചേരുന്നില്ല. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒന്നിനോടും ലേപം ഇല്ല. ആദ്യത്തെ വായുവിന്റെ കാര്യം പറഞ്ഞു, അവിടെ സംഘം ഇല്ല, ഇവിടെ ലേപം ഇല്ല എന്നാണ്. അപ്പൊ ആചാര്യൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാണ്. അപ്പൊ ഓരോ സംഗതികളിൽ നിന്നും ഭൂമി, വായു, ആകാശം, അതിന് എത്ര വളരെ എന്താ പറയാ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പൊ നാരായണീയം പഠിക്കുന്ന നമുക്കൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മളൊക്കെ വേണ്ടത്. പിന്നെ അടുത്ത ഗുരുക്കന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത് ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ജലത്തിന്റെ സ്ഥായിയായിട്ടുള്ള ഭാവം അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്നുള്ളത് മാധുര്യമാണ്. പിന്നെ ജലത്തിന്റെ ഉപയോഗങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിർമ്മലത്വം, വിശുദ്ധി, മാധുര്യം, ഇതൊക്കെയാണ് വെള്ളത്തിന്റെ ഗുണങ്ങള്. അപ്പോ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ രാഗം, ദ്വേഷം എന്നുള്ളതൊക്കെ മാറ്റി എപ്പോഴും മറ്റുള്ളവർക്ക് എത്രത്തോളം അപ്രിയം ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കോ അത്രത്തോളം നമ്മൾ പെരുമാറണം. അതാണ് ഒരു മനുഷ്യന്റെ മാധുര്യം എന്നുള്ള ഗുണം. കഴിയുന്നത്രയും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കഴിയുന്നത്ര സഹായം ചെയ്യാൻ പറ്റുക. അപ്പൊ വെള്ളം അഴുക്കുള്ള വസ്തുക്കളെ കഴുകി വൃത്തിയാക്കും കൂടി ചെയ്യുന്നുണ്ട്. വെള്ളത്തിന്റെ അതും വെള്ളത്തിന്റെ ഒരു ഗുണമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അവരെ അതിൽ നിന്ന് വിമുക്തരാക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ നമുക്കും ശ്രമിക്കാം. അപ്പൊ ഇതൊക്കെ വെള്ളത്തിൽ നിന്ന് പഠിക്കുന്ന, അപ്പോഴാണ് വെള്ളം ഗുരുവായി വരുന്നത്. പിന്നീട് അഗ്നിയില് അഗ്നിയിൽ ഇട്ടാലും അഗ്നിയിൽ സമർപ്പിച്ചാലും അത് അഗ്നിയുടെ ഭക്ഷണമാകും എന്നാണല്ലോ. അപ്പൊ അത് നല്ല സാധനങ്ങളായാലും ചീത്ത സാധനങ്ങളായാലും എല്ലാം അഗ്നിയിലിട്ടാൽ അത് അഗ്നി ഭക്ഷിക്കുകയാണ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അഗ്നിയെ ബാധിക്കുന്നില്ല. അപ്പൊ ഒന്നിനോടും സംഘമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആരായിട്ടും നമുക്ക് പെരുമാറാം. പക്ഷെ അവരുടെ സ്വഭാവമോ അവരുടെ ദുസ്വഭാവങ്ങളൊന്നും നമ്മളിലേക്ക് വരാതിരിക്കാൻ നമുക്ക് അഗ്നിയെ നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ അഗ്നിയെ ആയാൽ അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം എന്നാണ്. പിന്നെ ചന്ദ്രന്റെ കാര്യമാണ് പറയുന്നത്. ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളില്ല. ചന്ദ്രന്റെ കലകൾക്കാണ്, ശശികലയ്ക്കാണ് വൃദ്ധിയും ക്ഷയവും ഉള്ളത്. അമാവാസിയും പൂർണ്ണചന്ദ്രനും ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ കാണുന്നത് അതിന്റെ കലകൾക്കാണ് വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നത് എന്നാണ്. ചന്ദ്രന് ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിനും ശരീരത്തിനാണ് മാറ്റമുള്ളൂ. ശരീരത്തിന് പ്രായാധിക്യം, അല്ലെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെയുള്ള ജരാനരകൾ പിന്നീട് പ്രായമാവുമ്പോൾ ഇതൊക്കെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ അതാണ് ചന്ദ്രനെ ഗുരുവായിട്ട് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത്. ചന്ദ്രനിൽ നിന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. പിന്നീട് സൂര്യനാണ് അടുത്ത ഗുരുവായിട്ട് പറഞ്ഞിട്ടുള്ളത്. സൂര്യന്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ആ പ്രതിബിംബം ജലത്തില്, ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ ജലമുണ്ടെങ്കിൽ ആ ജലത്തില് അത് പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ ഒന്നേ ഉള്ളൂ, പക്ഷെ പ്രതിബിംബങ്ങളെ ധാരാളം കാണാൻ സാധിക്കും. പക്ഷെ വലിയ പാത്രത്തിൽ വലുതായിട്ടും ചെറിയ പാത്രത്തിൽ ചെറുതായിട്ടും കാണുമെങ്കിലും പൂർണ്ണമായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോ ഇതുപോലെ എല്ലാറ്റിലും ആത്മാവ് ഒരേപോലെ തന്നെയാണ്. സുര, നര, പശു, മൃഗ ആദികളിൽ എല്ലാറ്റിലും ആത്മാവ് ഒരുപോലെ തന്നെയാണ് ഉള്ളത്. അത് നമുക്ക് ആ പാത്രത്തിന്റെ വലിപ്പ വ്യത്യാസം കാരണം അങ്ങനെ തോന്നുന്നതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ
അപ്പൊ സൂര്യൻ ഒന്നേ ഉള്ളൂ, അതിൽ നിന്ന് അപ്പൊ ആ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ള തത്വം തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് അവധൂതൻ സ്വീകരിച്ച ഗുരുക്കന്മാരുടെ കാര്യം പറയുന്നത് ജന്തുക്കളെ, മനുഷ്യരെ ഒക്കെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ രണ്ട് മാടപ്രാവുകളുടെ കഥയാണ് പിന്നെ പറയുന്നത്. അപ്പൊ അത് ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ ഇതൊക്കെ ഉദാഹരണങ്ങൾ, എങ്ങനെയാണ് ചന്ദ്രന്റെ, ഇങ്ങനെയാണ് സൂര്യന്റെ, അതൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ കബോധ പക്ഷികളുടെ കഥ പറയുന്നത് ഒരു പ്രത്യുദാഹരണമായിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വിധത്തില്. അങ്ങനെയുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാതിരിക്കാം, രണ്ടു വിധത്തിലും ഗുരുക്കന്മാരെ കിട്ടാം, ഇങ്ങനെ ആവരുത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു രണ്ട് യുവമിഥുനങ്ങള്, രണ്ട് കബോധ പക്ഷികള്, മാടപ്രാവുകള് ഒരു വളരെ സ്നേഹപൂർവം ജീവിക്കുകയായിരുന്നു. അപ്പൊ ഒരു കൂടൊക്കെ ഉണ്ടാക്കി അവര് വളരെ സന്തോഷത്തോടു കൂടി ആ കൂട്ടില് മുട്ടയിട്ടു. ആ മുട്ട വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടായി. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടാൻ വേണ്ടി അച്ഛൻ പ്രാവും അമ്മ പ്രാവും പുറത്തുപോയി. കുട്ടികള് ആ ഒരു വൃക്ഷത്തിന്റെ മുകളിലുള്ള ആ കൂട്ടില് സുരക്ഷിതരാണ് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ പോയത്. പക്ഷെ ഒരു വേടൻ വന്ന് വല വീശിയപ്പോ ആ വലയില് ഈ കുട്ടികൾ പെട്ടു. അപ്പൊ അമ്മ പക്ഷി വന്നു, അത് കണ്ടു. അപ്പോ ആ സ്നേഹം, ആ കുട്ടികളോടുള്ള സ്നേഹം അത്രയും അദമ്യമായിട്ടുള്ള, ആ സ്വന്തം കുട്ടി, കുടുംബം, അങ്ങനെയുള്ള ആ ഒരു ഭാവത്തില് ആ പക്ഷി അതിൽ ചാടുകയാണ്, ആ വലയില് സ്വയം. അപ്പൊ അത് കണ്ട് മനസ്സ് മടുത്ത് അച്ഛൻ പക്ഷിയും അതിൽ ചാടാണ്. അപ്പൊ വേടൻ വളരെ സന്തോഷപൂർവ്വം ആ വല കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ഈ പക്ഷികളെ പോലെ, ഇങ്ങനെയുള്ള ഈ പക്ഷികളെ പോലെ വിവേകമില്ലാതെ കുടുംബത്തിലെ ആസക്തരായിട്ട് അങ്ങനെ നശിച്ചു പോവരുത് എന്നുള്ള പാഠമാണ് നമുക്ക് ഈ കബോധ പക്ഷികളുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് കബോധ പക്ഷികൾ ഗുരുവാകുന്നത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള വിധത്തില്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് പെരുമ്പാമ്പ്. പെരുമ്പാമ്പിന്റെ പ്രത്യേകത എന്താണ്? പെരുമ്പാമ്പ് ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് കുറെ ദൂരമൊന്നും പോവില്ല. കാരണം അതിന്റെ വലിയൊരു ശരീരമാണ്. അങ്ങനെ കുറെ ബുദ്ധിമുട്ടായിരിക്കും പോവാനായിട്ട്. ഏത് വിധത്തിലായാലും ഒരു സ്ഥലത്ത് കിടക്കുക ചെയ്യുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ആ വിശപ്പ് സഹിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അങ്ങനെയാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ അങ്ങനെയും നമ്മൾ പഠിക്കണം എന്നാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടായാൽ മാത്രമേ സുഖമുള്ളൂ എന്നില്ല. ചിലപ്പോഴൊക്കെ ചില സംഗതികൾ ത്യജിക്കുന്നതിലും നമ്മൾ ആനന്ദം കണ്ടെത്താം, അല്ലെങ്കിൽ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു തത്വം നമ്മൾ പഠിക്കുന്നത് പെരുമ്പാമ്പിൽ നിന്ന് പഠിക്കുന്നു എന്നാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സമുദ്രത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം. അപ്പൊ ഇവിടെ സമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഉൾക്കടൽ അല്ലെങ്കിൽ ആഴക്കടൽ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. കാരണം സമുദ്രം അവിടെ നമ്മൾ കരയിൽ നിൽക്കുമ്പോൾ കാണുന്ന സമുദ്രത്തിലെ തിരമാലകൾ അതൊന്നും ആ ആഴക്കടലില് അതൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ അവിടെ വളരെ പ്രശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെയാണെങ്കിൽ ധാരാളം ഡെപ്ത്, ആഴം കൂടുതലായിരിക്കും. അപ്പം മനുഷ്യന്റെ മനസ്സ് അതുപോലെ ആവണം എന്നാണ്. ഡെപ്ത് ഉണ്ടായിരിക്കണം മനസ്സില്, വളരെ പ്രസന്നത ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ശാന്തത ഉണ്ടായിരിക്കണം. പിന്നെ ഗംഭീര ആശയങ്ങൾ ഉണ്ടായിരിക്കണം. ഗംഭീര ആശയങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവിടെ ഡെപ്ത് ഉണ്ടാവണം. നമ്മൾ കുറെ എന്താ പറയാ, എന്തെങ്കിലും സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ അത് ആഴത്തിൽ ആലോചിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പൊ അതാണ് അത് മനുഷ്യൻ നിലനിർത്തണം ഉള്ള തത്വമാണ് നമ്മൾ സമുദ്രത്തിൽ നിന്ന് പഠിക്കുന്നത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ശലഭം. തീ കണ്ടിട്ട് ആകൃഷ്ടരായിട്ട് ഈയാമ്പാറ്റകൾ വരും. ഈയാമ്പാറ്റകൾ വന്ന് ആ തീയില് വീണ് ചത്തുപോവാണ്. അപ്പൊ തീയ് എന്നുള്ളത് നമുക്കൊരു പ്രതീകമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചില സംഗതികൾ കണ്ടിട്ട്, ലൗകികമായിട്ടുള്ള പല സംഗതികളിൽ കണ്ട് ഭ്രമിച്ച് അതിൽ വീണു പോകുന്ന മനുഷ്യൻ അതുകൊണ്ട് തന്നെ നശിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കനകം മൂലം കാമിനി മൂലം എന്നുള്ള ആ തത്വം ഇവിടെ പറയുന്നുണ്ട്. അത് അങ്ങനെയും വരാം. ഇപ്പൊ പല സംഗതികൾ ആർജിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി
ജീവിതത്തില് അതിന് മാത്രം എടുത്തു അല്ലെങ്കിൽ അതില് പെട്ടുപോകുന്ന ആളുകള് അങ്ങനെയാണ്. ഇപ്പൊ ചില പരസ്യങ്ങളിലൊക്കെ പെട്ട് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ ഈയാമ്പാറ്റയ്ക്ക് പറ്റിയത്. അപ്പൊ അങ്ങനെ ഈയാമ്പാറ്റയും നമുക്ക് ഒരു ഗുരുവായി മാറുകയാണ്. പിന്നീട് പറഞ്ഞത് വണ്ട്. വണ്ട് പൂവിൽ നിന്ന്, പൂവിന്റെ സാരമായിട്ടുള്ളത്, അതായത് അതിലെ തേൻ, അതാണ് വണ്ട് ശേഖരിക്കുന്നത്. അപ്പൊ അത് ഏത് ബന്ധത്തിലും അതിന്റെ സാരമായിട്ടുള്ളത്, ഇപ്പൊ ഒരു ആരുടെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരാളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സാരമായിട്ടുള്ളത് നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോ അതിന്റെ എസൻസ് അത് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. ഇപ്പൊ ഈ വണ്ട് തന്നെ താമരപ്പൂവിലും ഒക്കെ പോകൂല, എല്ലാ പൂക്കളിലും വണ്ടുകൾ പോവും. അങ്ങനെ പോയി കഴിഞ്ഞ് അത് ആ തേൻ ഉണ്ണുന്ന ആ രസം ഇങ്ങനെ ആസ്വദിച്ച് അതിൽ തന്നെ കുരുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. താമരപ്പൂവ് വൈകുന്നേരം ആകുമ്പോൾ കൂമ്പിപ്പോവും. അപ്പൊ അതിൽപ്പെട്ട് ചത്തുപോകുന്ന വണ്ടുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ആവരുത് എന്നും കൂടി, അപ്പൊ രണ്ടു വിധത്തിലും അത് മനസ്സിലാക്കാം. സാരമായിട്ടുള്ളതിനെ എടുക്കുക എന്നുള്ളതിന് വണ്ടിനെ ഉദാഹരണം എടുക്കാം, ഇതിനും നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. പിന്നീട് പറഞ്ഞിട്ടുള്ളത് കൊമ്പനാനയുടെ കഥയാണ്. ഒരു ആന. അപ്പൊ ആനകളെ പിടിക്കുന്നവര് ഈ പിടിയാനകളെ വിട്ടിട്ട് ആ വരുന്ന വഴിയില് കുഴികൾ ഉണ്ടാക്കി വെക്കും. ആ കുഴിയുടെ പുറത്തൊക്കെ പുല്ലൊക്കെ നിരത്തി വെച്ച് അത് കുഴിയാണെന്ന് മനസ്സിലാവാത്ത വിധത്തില് അങ്ങനെ ആ കുഴിയിൽ ചാടുകയാണ്. അപ്പൊ ഈ പിടിയാനകളുടെ ശരീരത്തെ സ്പർശിക്കാനും അവരായിട്ട് നടക്കാനുമുള്ള സന്തോഷം കൊണ്ട് ചുറ്റുപാടുകളെ പറ്റി മനസ്സിലാക്കാതെ അതിൽ വീണു പോവാണ്. അപ്പൊ അത് മനുഷ്യന്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാലോ. കാരണം മറ്റ് സ്ത്രീ സംസർഗം അല്ലെങ്കിൽ സംസാരകൂപത്തിൽ വീഴാൻ ഇടവരുത്തരുതേ. അപ്പൊ അതിന് നമുക്ക് ഈ ഗജം, അതിനെ ഒരു കൊമ്പനാനയെ നമുക്കൊരു ഗുരുവായിട്ട് സ്വീകരിക്കാം എന്നാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് പിന്നെ തേനീച്ച എന്താ ചെയ്യുക? തേനീച്ച തേൻ ശേഖരിച്ചു വെക്കും. എല്ലാ നടന്ന് ഒക്കെ ശേഖരിച്ച് ഇങ്ങനെ വെക്കും. എന്നിട്ട് ചിലപ്പോ അത് തേനീച്ച ആയിരിക്കില്ല അത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നത് തേനെടുക്കുന്ന ആളുകളുണ്ട്, മാധ്യഹര എന്ന് പറഞ്ഞു. തേനെടുത്ത് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് അത് എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇത് ശേഖരിച്ച ആൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല, അത് ഉപയോഗിക്കാനും സാധിക്കുന്നില്ല. അപ്പോ ആവശ്യത്തിൽ കൂടുതൽ, ലൗകികമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ധനം ആർജിച്ചു വെച്ചാല് ചിലപ്പോ അത് ശ്രദ്ധയില്ലാതെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം എപ്പോഴും ആ വിഷയസുഖം ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത്. അത് ശേഖരിച്ചു വെച്ച് ആ ശേഖരിച്ച ആള് അയാൾക്ക് ഉപയോഗിക്കാനും പറ്റുന്നില്ല. പിന്നീട് വരുന്ന തലമുറയോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആളുകളോ അത് യാതൊരു ചിന്തയില്ലാതെ ഉപയോഗിച്ചു തീർക്കും. കാരണം അവര് അതിന്റെ വില മനസ്സിലാക്കുന്നില്ല, അതിന്റെ വാല്യൂ അവർക്ക് അറിയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് തേനീച്ചകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തേനെടുക്കുന്ന ആളുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ഇതൊരു പാഠമാണ് എന്നാണ്. പിന്നീട് പറയുന്നത് മാനിന്റെ കാര്യമാണ്. അപ്പൊ മാനുകള് ഇങ്ങനെ ചെറിയ കാടുകളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് മാനിനെ പിടിക്കാനുള്ള വേടന്മാര് വലയൊക്കെ തയ്യാറാക്കി വെക്കും. തയ്യാറാക്കി വെച്ച് അവരൊരു തരം കുഴല് ഊതും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മാൻ ഈ ഇതിന്റെ ആ ശബ്ദത്തില്, ഈ കുഴലിന്റെ ആ ശബ്ദത്തില് ആകൃഷ്ടരായിട്ട് പുറത്തേക്ക് വരും. പുറത്തു വരുമ്പോ ഈ വലയില് കുടുങ്ങും. അങ്ങനെ അവര് അതിൽ പെട്ടുപോവാണ്. അപ്പൊ വേടൻ അവരെ എടുത്തുകൊണ്ട് പോവുക, കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ്, ചില സംഗതികളില് നമ്മള് അതിൽ പെട്ടു പോവരുത്. ആ ശബ്ദം കേൾക്കുമ്പോ അവിടേക്ക് ചെന്ന്, അപ്പൊ എന്ത് സംഗതികളാണെങ്കിലും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ചെന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് ചാടും. അപ്പൊ കുറെ കൂടി ശ്രദ്ധാപൂർവം അതിന്റെ ഗുണദോഷങ്ങളെ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടണം എന്നുള്ളത്
നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗുരുവാണ്, ഒരു സന്ദർഭമാണ് ഇങ്ങനത്തെ ഇതുകളൊക്കെ. അങ്ങനെ ആ മാനും ഒരു ഗുരുവായി മാറാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് മത്സ്യത്തിനെ പിടിക്കാനായിട്ട് ചൂണ്ടയിടുക എന്നുള്ളത് സാധാരണ ഉള്ളൊരു സംഗതിയാണല്ലോ. അപ്പൊ ഈ ചൂണ്ടയില് അതിന് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തു, മണ്ണിര, അതൊക്കെയാണല്ലോ അതിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇടും, ആ ചൂണ്ടയില് കോർത്തിട്ട്. അങ്ങനെ ആ ഭക്ഷണത്തിനോടുള്ള ആസക്തി കൊണ്ട് വന്ന് അതിൽ കുടുങ്ങി പോവാണ്, അങ്ങനെ ചത്തുപോവാണ് മത്സ്യം. അപ്പൊ അവര് പിടിക്കും. അപ്പോ അധികമായിട്ടുള്ള ഭക്ഷണപ്രിയം നല്ലതല്ല എന്നാണ്. അപ്പൊ എന്ത് സംഗതിയും അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. അപ്പൊ അതുപോലെ എന്ത് സംഗതികളും കൂടുതലാവരുത് എന്നുള്ളതാണ്. അപ്പൊ മത്സ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ആ ജലാശയത്തിൽ നിന്നൊക്കെ അതിന് ഭക്ഷണം കിട്ടും. എന്നാലും പുതിയൊരു ഭക്ഷണം വന്നപ്പോ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന് അതില് ജീവനില്ലാതെയായി പോവുക, അതില് നശിക്കുകയാണ്. അപ്പൊ എന്ത് കാര്യത്തിലും കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് ആപത്താണ് എന്ന് മത്സ്യം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു പിങ്കള എന്ന ഒരു വേശ്യ സ്ത്രീയാണ്. അവന്തി രാജ്യത്തെ ഉണ്ടായിരുന്ന ഒരു വേശ്യ സ്ത്രീയാണ്, സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോ അവള് ഓരോ രാത്രികളിലും ഇങ്ങനെ പരപുരുഷന്മാരെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കും. അപ്പൊ ഓരോരുത്തർ വരുമ്പോ അവൾക്ക് ധാരാളം ധനവും മറ്റു സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ചില ദിവസം ചിലപ്പോഴൊക്കെ അവള് ആരെയും സ്വീകരിക്കാത്ത പോലെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസയുള്ള, കൂടുതൽ ധനവാനായിട്ടുള്ള ആള് വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരുന്ന് പിന്നീട് ഒരു രാത്രി ആരും വന്നില്ല എന്നാണ്. അങ്ങനെ വരാതിരുന്നപ്പോ അവൾക്ക് ശരിക്ക് ഒരു വിരക്തി ഉണ്ടായി. അവൾ ചെയ്യുന്ന കാര്യത്തില് അവളോട് തന്നെ അവൾക്ക് ഒരു ഇഷ്ടക്കേട് വന്നു. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവൾക്കൊരു വിഷയ വൈരാഗ്യം ഉദിച്ചു എന്നാണ്. അങ്ങനെ ജ്ഞാനം ഉദിച്ചു അവൾക്ക്. അപ്പൊ ഞാൻ എന്നിൽ തന്നെ സന്തോഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു. അപ്പൊ ഒരു വേശ്യ സ്ത്രീ പോലും ഒരു ഗുരുവായി മാറുന്നു എന്നാണ്. അപ്പൊ അവളോട് തന്നെ ഒരു അവജ്ഞ തോന്നി. ഈ എന്നിൽ തന്നെയുള്ള ഈ പരമാത്മാവിൽ ഞാൻ ആനന്ദം കണ്ടെത്താം എന്ന് അവള് മനസ്സിലാക്കാണ്. അങ്ങനെ വിഷയ വൈരാഗ്യം വന്ന് അവള് സുഖമായി ഉറങ്ങി എന്നാണ്. അല്ലെങ്കിൽ അവള് രാത്രി മുഴുക്കെ കാത്തിരിക്കുകയാണ് ഓരോ പുരുഷന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അതിൽ ആ ഒരു വേശ്യ സ്ത്രീ പോലും ഒരു ഗുരുവായി മാറുന്നു എന്നാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു കുരരപക്ഷി, ഒരു ചെറിയൊരു പക്ഷി. ആ പക്ഷിയെ എങ്ങനെയാണ് ഗുരുവായിട്ട് കണക്കാക്കുന്നത്? ആ പക്ഷിക്ക് ഒരു മാംസകഷ്ണം കിട്ടി. മാംസകഷ്ണം കിട്ടിയപ്പോ അത് ആരും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ മറ്റു പക്ഷികള് അതിനെ ആക്രമിച്ചു ഈ മാംസകഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോ ആ കുരരപക്ഷി എന്താ ചെയ്തത്? ആ മാംസകഷ്ണത്തെ ഉപേക്ഷിച്ചു എന്നാണ്. കാരണം ഇത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ മറ്റു പക്ഷികൾ അപ്പൊ ഉപദ്രവം മതിയാക്കി. കാരണം അവർക്കത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവര് ഉപദ്രവം മതിയാക്കി. അപ്പൊ അതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കള് ശേഖരിച്ചു വെക്കുമ്പോ ചിലപ്പോ കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മള് സെമന്തകത്തിന്റെ കഥയൊക്കെ പറഞ്ഞ പോലെ ശരിയായിട്ടല്ല സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അബദ്ധമുണ്ടാവും. അപ്പൊ അത് ശരിയായിട്ടുള്ള കൈകളിൽ എത്തിക്കുകയാണ് നല്ലത്. അങ്ങനെ വളരെ പ്രിയപ്പെട്ടതായിട്ട് കരുതിയിട്ട് വെക്കുന്ന സംഗതികള് ചിലപ്പോ ദുഃഖകരമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ശിശു, ഒരു ചെറിയ കുട്ടി. ആ കുട്ടി എങ്ങനെയാണ് ഗുരുവാവുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ ആ കുട്ടിക്ക് മാനാപമാനങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയെ വസ്ത്രം ഉടുക്കാതെ ഉടുത്തിട്ടൊക്കെ നമ്മൾ കാണും കുട്ടികളെ. അപ്പൊ ആ കുട്ടിക്ക് അതിൽ നിന്നൊന്നും തോന്നുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ആ ഒരു സമയമായിട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞാൽ അത് കോൺഷ്യസ് ആവും പിന്നെ. അപ്പൊ അങ്ങനെ മാനാപമാനങ്ങൾ ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ എനിക്കെന്താ എന്നുള്ള പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ആവാനായിട്ട് ആ മനസ്സുഖം കുട്ടി ഇങ്ങനെ സന്തോഷത്തിലാണ്, ആരെ കണ്ടാലും ചിരിക്കും, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കുട്ടിക്ക്. അപ്പൊ അത് ഈ ഗുണം മനസ്സുഖം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ചെറിയ ശിശു പോലും ഒരു ഗുരുവായി മാറുകയാണ്.
പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു കന്യക. ഒരു കന്യകയെ എങ്ങനെയാണ് ഗുരുവായി ആക്കുന്നത് എന്നാണ്. കന്യകയുടെ കാര്യം എന്താണ്? അവളുടെ വീട്ടില് വിരുന്നുകാര് വന്നപ്പോ അവള് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ കാലത്ത് നെല്ല് കുത്തി അരി എടുത്തിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോ ഈ വന്ന ആളുകള് മനസ്സിലാക്കും ഇവരുടെ വീട്ടില് ഇത് നെല്ല് കുത്തിയിട്ട് എടുത്തിട്ട് വേണം ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ, ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് അവള് ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു എന്നാ പറയുന്നത്, അവളുടെ കൈകളിൽ ഉണ്ടായിരുന്ന വളകള്, അപ്പൊ ഈ ശബ്ദം കേൾക്കും, ഉരലില് ഇടിക്കുമ്പോ ശബ്ദം കേൾക്കില്ലേ, അപ്പൊ വളകളൊക്കെ മാറ്റിവെച്ചു ഒരു വള മാത്രം, ഓരോ കയ്യിൽ ഓരോ വളകൾ ഇട്ടു എന്നാണ്. അപ്പൊ അത് നമുക്ക് വളരെ സിംബോളിക് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്, ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരോടും നടന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് സഞ്ചരിക്കുക, വളരെ നിശബ്ദതയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയിച്ചു വേണം എന്ന് നിർബന്ധമില്ല. മറ്റുള്ളവര് പിന്നീട് അത് അറിയും, നല്ല കാര്യങ്ങളാണെങ്കിൽ അവരറിയും. പക്ഷേ ഇവിടെ നമുക്കൊരു സിംബോളിക് ആയിട്ട് മനസ്സിലാക്കാം. ഉപാസകര് തങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട എന്നുള്ളത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു അമ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ശില്പിയെ പറ്റിയിട്ടാണ്. ആ ശില്പി എങ്ങനെയാണ്, ആ ആള് എങ്ങനെയാണ് ഒരു ഗുരുവായി മാറുന്നത് എന്ന് വെച്ചാൽ, അയാള് ഈ അമ്പുണ്ടാക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഷാർപ്നെസ്, അതിന്റെ സൈസ് എല്ലാം വളരെ കൃത്യമായിരിക്കണം. അപ്പോഴാണ് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോ അതിൽ വളരെ ബദ്ധശ്രദ്ധനായിട്ടാണ് ആ ശില്പി അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അയാളുടെ കടയുടെ മുന്നിൽ കൂടെ, അല്ലെങ്കിൽ അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ മുന്നിൽ കൂടെ രാജാവിന്റെ ഒരു ഘോഷയാത്ര പോയി എന്നാണ്. അപ്പൊ രാജാവിന്റെ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ആ ശില്പി അത് ശ്രദ്ധിച്ചില്ല എന്നാ പറയുന്നത്. അപ്പോ ഈശ്വരനില് മനസ്സുറപ്പിച്ച് ആ ഒരു ധ്യാനാവസ്ഥയിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഈശ്വരനിൽ മാത്രം മനസ്സുറപ്പിച്ച ആളുകൾക്ക് ലൗകികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സർപ്പം എങ്ങനെയാണ് ഗുരുവാവുന്നത്? സർപ്പത്തിന് അത് സ്വന്തമായിട്ട് മാളമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാ പറയുന്നത്. എലികളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ മാളങ്ങളിലൊക്കെ അത് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ കയറി ഇരിക്കുന്ന പറയുന്നത്. അപ്പൊ സ്വന്തം വാസസ്ഥലം സർപ്പം ഉണ്ടാക്കാറില്ല എന്നാ പറയുന്നത്. അപ്പൊ തനിക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുക, എന്നിട്ട് അതിനെ മോടി പിടിപ്പിക്കാനും അങ്ങനെ ജീവിക്കണ്ട എന്നാണ്. സ്വന്തമായിട്ട് വീട് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് വേണം എന്ന് വിചാരിച്ച് അതിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അങ്ങനെ സർപ്പവും ഒരു ഗുരുവായി മാറുകയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണനാഭി, എട്ടുകാലി. അപ്പൊ എട്ടുകാലിയെ പറ്റി പറയുമ്പോൾ, എട്ടുകാലി സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ഒരു സ്രവം, ഒരു ലിക്വിഡ്, അതുകൊണ്ടാണ് ആ വല ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ അതിനെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എട്ടുകാലിക്ക്. അപ്പൊ അവിടെ അതും ഒരു സിംബോളിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നു, അതിനുശേഷം എല്ലാം വിലയം പ്രാപിക്കുന്നതും ഭഗവാനിലേക്കാണ്. അപ്പോ അത് ഈ എട്ടുകാലിയിൽ നിന്ന്, അപ്പൊ എട്ടുകാലി അങ്ങനെ നമുക്കൊരു ഗുരുവായി മാറുന്നു എന്നാണ്. എല്ലാം ഈ ചരാചരാത്മകമായിട്ടുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ച് ആ ഭഗവത് ലീലയൊക്കെ ആടി തന്നിൽ തന്നെ ലയിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുപോലെ ഈ എട്ടുകാലി സ്വന്തം നൂലുണ്ടാക്കി വല കെട്ടി ആവശ്യം കഴിഞ്ഞ് ആ വലയെ ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പൊ അവിടെ ആ എട്ടുകാലിയും ഒരു ഗുരുവായി മാറാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഒരു വേട്ടാളൻ. അപ്പോ നിസാരം എന്ന് അല്ലെങ്കിൽ അപ്രസക്തം എന്ന് തോന്നുന്ന പലതും നമുക്ക് അവരിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്, അവയിൽ നിന്നൊക്കെ. അപ്പൊ ഇവിടെ വേട്ടാളൻ എന്താ ചെയ്യുന്നത്, ഒരു മണ്ണിന്റെ ഒരു കൂട് പോലെ ഉണ്ടാക്കും, എന്നിട്ട് അതിലൊരു പുഴുവിനെ കൊണ്ടുവന്ന് വെക്കും. അപ്പോ ഈ പുഴു വേട്ടാളനെ തന്നെ ധ്യാനിക്കുന്ന പറയുന്നത്. അപ്പോൾ ഒരു ഭയത്തോടെ
ധ്യാനിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ധ്യാനിച്ചിട്ട് പിന്നീട് അത് വേട്ടാളനായി തീരാണ്. അപ്പോ ഒരു ഭക്തൻ എന്താ ചെയ്യുന്നത്? ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഭക്തൻ ഭഗവത് സ്വരൂപനായി മാറാണ് എന്നാ പറയുന്നത്. അപ്പൊ ഈ വേട്ടാളനായി തീരുന്ന ആ ഒരു അവസ്ഥേനെ ഭൃംഗകീടക നയം എന്ന് നമ്മൾ വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോ അതും ഒരു വലിയ തത്വമാണ്. കാരണം ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഭഗവത് സ്വരൂപത്തിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ആ സാരൂപ്യമുക്തി ഒക്കെ കിട്ടുകയാണ് ഭക്തർക്ക്. അതാണ് നമ്മൾ ഇവിടെ ഈ വേട്ടാളന്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവസാനം 25ാമത്തെ ഗുരുവായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണ്. നമ്മുടെ ശരീരം തന്നെ ഒരു ഗുരുവാണ്. ജനനം മുതൽ മരണം വരെ അശുദ്ധമാണ് ശരിക്ക് പറഞ്ഞാല്, അല്ലെ? പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭസ്മമാവും, അഗ്നിക്കിരയായാൽ ഭസ്മമാവും, അതല്ല അല്ലെങ്കിൽ മറ്റ് ജീവികൾ തിന്നെ വരെ ചെയ്യും, അല്ലെങ്കിൽ കുഴിച്ചിട്ട്, അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ഈ ദേഹം, ഇങ്ങനെയുള്ള ദേഹമാണ് ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ആ ദേഹത്തിനെ മോടി പിടിപ്പിക്കാനും, അല്ലെങ്കിൽ ദേഹ വിഷയങ്ങളിൽ മാത്രം വിചാരിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഓർമ്മിക്കാൻ പോലും സാധിക്കാതെ ദേഹവിഷയങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന ഒരാൾക്ക് ഒന്നും, അപ്പൊ ഇത്രയും ഇതാണ് ഇങ്ങനെ മലഭാണ്ഡം എന്ന് പറയും ശരീരത്തിനെ. അങ്ങനെ അപ്പൊ അങ്ങനെ വിവേകവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ശരീരം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തെയും നമുക്ക് ഒരു ഗുരുവായിട്ട് എടുക്കാമെന്നാണ്. അപ്പൊ ഇതൊക്കെ ശരിക്ക് ഈ 25 ഗുരുക്കന്മാരെയും അവധൂതൻ പറഞ്ഞത് ഒക്കെ ഉപനിഷത്ത് തത്വങ്ങളാണ് ഇതൊക്കെ. പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കള്, അവരുടെ നന്മ തിന്മകള്, അതിനെയൊക്കെ വിശകലനം ചെയ്ത് വേണ്ടത് സ്വീകരിക്കുക, വേണ്ടാത്തത് ഉപേക്ഷിക്കുക, അതാണ്. അപ്പൊ ഭഗവത് സൃഷ്ടികളെ ഇങ്ങനെ തന്നെയാണ് വീക്ഷിക്കേണ്ടത്. അപ്പൊ ഭട്ടതിരിപ്പാട് അടുത്തുള്ള 2 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പറയുന്നത്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഈ ശരീര വിഷയഭ്രമം, അപ്പൊ വിഷയരസങ്ങളിൽ പെടല്ലേന്ന് അതിനു മുമ്പുള്ള ഒരു ദശകത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ശരീര വിഷയമായിട്ടുള്ള ഈ ഭ്രമത്തില് അതിനെ ഇല്ലാതാക്കി തരണേ എന്നാണ്. അപ്പൊ വളരെ എപ്പോഴാണ് ഈ ശരീരത്തിലെ ഈ ജീവൻ ഇല്ലാതെ ആവാന്ന് നമുക്കറിയില്ല. ഒരു നീർപ്പോള പോലെ എന്നൊക്കെ പറയുമല്ലോ, എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ ആ ശിവം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ആ ശിവം ഇല്ലാതെ വന്നാൽ പിന്നെ ശവമായി. അങ്ങനെയുള്ള ശരീരം, പിന്നെ മലമൂത്രാദികളുടെ കൂമ്പാരമായിട്ടുള്ള ശരീരത്തിൽ മാത്രം ഈ പ്രേമം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശരീര വിഷയങ്ങളിൽ മാത്രം ഭ്രമിച്ചുകൊണ്ട്, പിന്നെ ഗ്രഹം, ധനം, ഭാര്യ, മക്കള്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ച് ജീവിക്കുന്നത് വളരെ കഷ്ടം തന്നെയാണല്ലോ ഭഗവാനെ എന്ന് പറയാണ്. അപ്പോ അങ്ങനെ പരവശരായിട്ട് ഇതിൽ മാത്രം ഇങ്ങനെ രമിച്ചുകൊണ്ട് നടക്കുന്നവര് ഭഗവത് പാദങ്ങളിൽ സ്മരണ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ ഈ മരണശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത്? മരണശേഷം അത് തീന് ഭക്ഷണമാവും, അല്ലെങ്കിൽ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, നായക്ക് ഭക്ഷണമാവും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ശരീരത്തിന്റെ അവസ്ഥ അതാണ്. ആരും എടുത്ത് കൃത്യമായിട്ട് അത് ശവസംസ്കാരം ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അതുപോലെ തന്നെ ദ്രവിക്കും, അങ്ങനെയാണല്ലോ. അപ്പൊ അത് നായക്ക് പോലും ഭക്ഷണമാവാൻ സാധ്യതയുണ്ടുള്ള അങ്ങനെയുള്ളതാണ് ഈ ശരീരം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം ഇങ്ങനെ രമിച്ചുകൊണ്ട് അതിനെ മാത്രം സന്തോഷിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മള് പലപ്പോഴൊക്കെ ഭഗവത് വിമുഖരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കണേ ഭഗവാനെ. പിന്നെ മേൽപ്പത്തൂർ ഒരു ആത്മകഥം പോലെ പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് നല്ലൊരു ജന്മം ഇപ്പൊ മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ യോനികളിൽ കൂടി, എത്രയോ ജന്മങ്ങളിൽ കൂടി വന്നിട്ടാണ് വിശിഷ്ടമായിട്ടുള്ള മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത് എന്ന് അറിയാം. അപ്പൊ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം, അതായത് ഒരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് എന്നെ ഇങ്ങനെ വിഷയരസങ്ങളിലേക്ക് പോവാനായിട്ട് ഭഗവാൻ ഇത് ചെയ്യരുത്. പിന്നെ എന്റെ പ്രാരബ്ധ കർമ്മം, പണ്ടത്തെ കാര്യങ്ങൾ, കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറെ ചെയ്തു തീർക്കാനുണ്ടാവുമല്ലോ. കുറെ കർമ്മം അവസാനിക്കുമ്പോഴാണല്ലോ. അപ്പൊ അത് സാധിക്കുന്നില്ല, അതിന് ഇനി സമയമുണ്ട് എന്ന് വെച്ചാൽ എന്റെ ഇപ്പോഴുള്ള ഈ ശരീരത്തിന് വന്നു ചേർന്നിട്ടുള്ള ഈ രോഗാവസ്ഥയെ മാറ്റിത്തരണേ എന്നാണ്. കാരണം ഈ ഭക്തിയിലേക്ക്
ഭക്തിപൂർവം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കണേ, അതിനുശേഷം അങ്ങയുടെ പാദപത്മങ്ങളിൽ ദൃഢഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. എപ്പോഴും ആ ദൃഢഭക്തി ഉണ്ടാക്കണേ എന്നുള്ളത് ഓരോ ദശകങ്ങളുടെ അവസാനത്തിലും രോഗം മാറ്റണേ എന്ന് പറയുമ്പോഴും ആ ഭക്തിഭാവം എന്നിൽ വളർത്തണേ എന്നുള്ളത് പറയാൻ ഒരിക്കലും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭക്തകവിയായിട്ടുള്ള ഉപാസകൻ, ഭഗവാന്റെ ഉപാസകനായിട്ടുള്ള മേൽപ്പത്തൂർ ഒരിക്കലും മറക്കാറില്ല. ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ ഭക്തിഭാവം രൂഢമൂലമാക്കണേ ഭക്തി എന്നിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഹരി ഓം.